നീ തന്നെയാണ് നിന്റെ ഈശ്വരൻ എന്ന ഗുരുവചനത്തിന് 100 വയസ്സ് തികയുന്നു. ശ്രീനാരായണ ഗുരു ചരിത്രം എഴുതിയ ആലപ്പുഴ കളവംകോടം ശ്രീ ശക്തീശ്വര ക്ഷേത്രത്തിലെ കണ്ണാടി പ്രതിഷ്ഠയുടെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് നാടും ദേവസ്വവും ഒരുങ്ങുന്നു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്കാണ് ഭരണസമിതി തയ്യാറെടുക്കുന്നത്. ഇതിന്റെ ഭാഗമായി 1 കോടി രൂപ ചെലവിൽ ഗുരു മ്യൂസിയം ഒരുങ്ങുന്നുണ്ട്. 1927 ജൂൺ 14 പുലർച്ചെ 4-ന് അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി തുടങ്ങിയ ഗുരുവിൻ്റെ പ്രതിഷ്ഠാ പരമ്പരയ്ക്ക് അവസാന മുദ്ര പതിഞ്ഞത് കളവംകോടത്താണ്. വിഗ്രഹത്തിന് പകരം പ്രത്യേകം അളവിൽ എറണാകുളത്ത് നിന്നും കൊണ്ടുവന്ന കണ്ണാടിയുടെ പുറകിലെ രസം ചുരണ്ടി ഓം ശാന്തി എന്നെഴുതി ഗുരു പ്രതിഷ്ഠ നടത്തി. കണ്ണാടിക്ക് മുന്നിൽ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന സന്ദേശവും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ ആലേഖനം ചെയ്തു. 99 വർഷം പിന്നിട്ട ഈ ചരിത്ര മുഹൂർത്തത്തിൻ്റെ 100ാം വാർഷികത്തിൽ 1 വർഷം നീളുന്ന ആഘോഷ പരിപാടികൾക്കാണ് ക്ഷേത്ര ഭരണസമിതിയും നാട്ടുകാരും ഒരുങ്ങുന്നത്. 2027 ജൂൺ 14-ന് 100 വർഷം പൂർത്തിയാകുന്ന ആ സാഹചര്യത്തിലേക്ക് കടക്കുകയാണ്. അതിൻ്റെ മുന്നോടിയായിട്ട് 1 വർഷം നീണ്ടു നിൽക്കുന്ന വിപുലമായ പരിപാടികളാണ് ക്ഷേത്രം ഭരണസമിതിയും ഇവിടെ ആലോചിക്കുന്നത്. അതിനുള്ള ആലോചനാ യോഗം, പൊതുജനങ്ങളെ വിളിച്ചുകൂട്ടുള്ള ആലോചനാ യോഗം കഴിഞ്ഞ ദിവസം ഇവിടെ നടന്നിരുന്നു. ഇനി അടുത്തത് അതിൻ്റെ സ്വാഗതസംഘ രൂപീകരണമാണ്. ഗുരു പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള കേരളത്തിൻ്റെ എല്ലാ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെയും എല്ലാം ഉൾപ്പെടുത്തി രാഷ്ട്രീയ, സാംസ്കാരിക നായന്മാരെയും എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിപുലമായൊരു സ്വാഗത സംഘം അടുത്ത ദിവസം തന്നെ ഇവിടെ രൂപീകരിക്കുന്നതാണ്. അതനുസരിച്ച് വിപുലമായ പരിപാടികളുമായിട്ട് ക്ഷേത്രം മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ് നിൽക്കുന്നത്. ശതാബ്ദി ആഘോഷത്തിൻ്റെ പ്രധാന ആകർഷണമായി കേരള സർക്കാർ 1 കോടി രൂപ ചെലവിൽ ശ്രീനാരായണ ഗുരു മ്യൂസിയവും ക്ഷേത്ര പരിസരത്ത് ഒരുക്കും. മ്യൂസിയത്തിൽ ഗുരുവും മഹത് വ്യക്തികളും സംവദിക്കുന്ന ചിത്രങ്ങൾ, ഗുരുവിൻ്റെ തിരുശേഷിപ്പുകൾ എന്നിവയ്ക്കൊപ്പം നവോത്ഥാന നായകരുമൊത്ത് ഗുരു കൂടിക്കാഴ്ച നടത്തുന്നതിൻ്റെ മെഴുകു പ്രതിമകളും സ്ഥാപിക്കും. മ്യൂസിയം മഹാസമ്മേളനത്തിൽ നാടിന് സമർപ്പിക്കും. ഗുരു പ്രതിഷ്ഠിച്ച കണ്ണാടിക്ക് ഇടതുഭാഗത്ത് ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം ശിഷ്യൻ ബോധാനന്ദ സ്വാമി പ്രതിഷ്ഠിച്ച അർദ്ധനാരീശ്വര വിഗ്രഹവും ഇന്നും ഒരിളക്കവും തട്ടാതെ ക്ഷേത്രത്തിൽ സംരക്ഷിക്കപ്പെടുന്നു. ഒപ്പം മനുഷ്യൻ്റെ മതം മനുഷ്യത്വമാണ് എന്ന ഗുരു സന്ദേശവും 100 വർഷങ്ങൾക്കിപ്പുറവും ഈ പുണ്യഭൂമിയിൽ ഒളിമങ്ങാതെ നിൽക്കുകയാണ്. അമൃത ന്യൂസ്, ആലപ്പുഴ.